നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് നിങ്ങൾ വന്ന് പെണ്ണ് കണ്ടുപോയതിനു ശേഷം ഇവിടെ പൊന്നാരം തോട്ടത്തുകാർ വന്നിരുന്നു. പൊന്നാരം തോട്ടത്തുകാരെന്ന് വെച്ചാൽ ദേവികയുടെ അനിയത്തി ഗോപിയെ കല്യാണം കഴിച്ച കുടുംബമാണ്. വേറെ ആര് പറഞ്ഞാലും ഞാനത് സഹിക്കും. പക്ഷേ നീ അത് പറഞ്ഞല്ലോ ജാനകി. നീ എന്നെ സംശയിച്ചല്ലോ. എന്നോട് ക്ഷമിക്കും അയ്യേട്ട. ഞാൻ അറിയാതെ എന്റെ പൊട്ട ബുദ്ധിയിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. അതൊക്കെ തെറ്റായി പോയെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഈശ്വര. ജാനകി കരയരുത്. എന്നാലും ഞാൻ മനുഷ്യന്റെ മനസ്സല്ലേ ജാനകി. എപ്പോഴും നല്ലത് തന്നെ ചിന്തിക്കണമെന്നില്ല. നമ്മൾ പോലും അറിയാതെ ചില തെറ്റായ ചിന്തകള് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൽ കടന്നു വന്നിരിക്കും. അത് സ്വാഭാവികമാ. നീയും അതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിച്ചു എന്ന് പറ മഹേട്ട. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. നമുക്കിടയിൽ ഒരു മാപ്പ് പറച്ചിലിന്റെ ആവശ്യമില്ല ജാനകി. ഞാനത് മറന്നു. നീ സമാധാനിക്കേ. വരൂ, അകത്തേക്കിരിക്കാം. ഇരിക്കൂ. ദേവിക, ഇതാ അവര് വന്നു. എന്താ സംഭവം? കല്യാണത്തിന് പിന്മാറാനായിട്ട് ദേവിക പറഞ്ഞതായി ആനന്ദ് എന്നോട് പറഞ്ഞു. കാരണം ചോദിച്ചിട്ട് ഇവൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് സംസാരിക്കാന്നാണ് ഇവൻ പറഞ്ഞത്. എന്താ ഇഷ്യൂ? അത് ദേവിക വന്നല്ലോ. ദേവികയോട് ഞാൻ ചോദിക്കാം. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തിനാ മോള് ബന്ധം വേണ്ടാന്ന് ആനന്ദിനോട് പറഞ്ഞത്? ആനന്ദ് എന്തെങ്കിലും മോശമായിട്ട് മോളോട് പെരുമാറിയോ? ദേവു, അമ്മ ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറയൂ. ഈ ആലോചന വന്നപ്പോ മോള് സന്തോഷത്തോടെയല്ലേ ഈ ആലോചനക്ക് സമ്മതം മൂളിയത്? അമ്മ, ചേച്ചി ആ സിദ്ധാർത്ഥേട്ടനെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചിരിക്കുന്ന നേരത്തെ ഇവർ തട്ടിക്കയറി വന്നിരിക്കുന്നത്. ഇതിപ്പോ എല്ലാം കുളമാവുന്ന തോന്നുന്നു. ഇവരെങ്ങാനും ചേച്ചിയുടെ മനസ്സ് മാറ്റിയാ ഞാനും അഭയായിട്ടുള്ള കല്യാണം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ സീൻ മാറും. അന്ന് നിങ്ങൾ വന്ന് പെണ്ണ് കണ്ടുപോയതിനു ശേഷം ഇവിടെ പൊന്നാരം തോട്ടത്തുകാർ വന്നിരുന്നു. പൊന്നാരം തോട്ടത്തുകാരെന്ന് വെച്ചാൽ ദേവികയുടെ അനിയത്തി ഗോപിയെ കല്യാണം കഴിച്ച കുടുംബമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്?
ആരാ ഇത്? ഭദ്രൻ. അയ്യോ ഭദ്ര, ആരാ നീ? വേണ്ട. ഭദ്ര വേണ്ട, അയാൾ ഉപദ്രവിക്കരുത്. അയാൾ ദേവിക്ക് വിവാഹാലോചനയിട്ട് വന്നയാളാ. അപ്പൊ നീ തന്നെയാണ് ആള്. ദാ, ഈ നിൽക്കുന്ന ദേവികെ എന്റെ പെണ്ണാടാ. ഇവളെ കെട്ടി കൂടെ പൊറപ്പിക്കാന്നുള്ള ഭൂതിയും കൊണ്ട് ഒരുത്തനും ഇതിനകത്ത് കയറണ്ട. വെച്ചേക്കില്ല ഞാൻ, കുത്തി മലത്തിക്കളയും. അയ്യോ, എന്താടാ? എന്റെ മോനെ വിടെ. നീ ആരടാ? എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നീ ആരാന്ന്? കൊല്ലും തിന്നൂന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഞാനങ്ങ് പേടിച്ചോന്ന് വിചാരിച്ചോ? ഊച്ചവളത്തരം കാണിച്ചാലേ എന്റെ കൈയുടെ ചൂട് നീ അറിയും. ഭദ്രനെ വരട്ടുന്നോടാ നീ? നിനക്ക് ഭദ്രൻ ആരാണെന്ന് അറിയില്ല. ഡാ, കൊല്ലൂന്ന് പറഞ്ഞ ഭദ്രൻ കൊന്നിരിക്കും. കൊന്നിട്ട് കൊണ്ടാ. അയ്യോ ഭദ്ര, ഭദ്ര വേണ്ട. ഭദ്ര ഭദ്ര വേണ്ട. പറയുന്നു കേക്ക്. വിടാൻ. വിടടാ. അയ്യോ, വിടാനല്ലേ പറയുന്നേ? വിടാൻ. എടാ ഭദ്ര. വിട്ടു. കൈയെടുത്തു. ഭദ്ര വേണ്ട. പൊക്കോടാ. കൂടുതൽ അഭ്യാസം കാണിക്കാതെ ഇറങ്ങി പൊക്കോണം. തള്ളേ, ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങി പൊക്കോ. ഇല്ലെങ്കി ഇവന്റെ ജട ഇവിടെ വീഴും. തള്ളനെ വിളിച്ചോണ്ട് ഇറങ്ങി പോടാ. നിന്റെ കല്യാണാലോചന സംബന്ധാലോചന ഒക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോണം. മനസ്സിലായോ? അയ്യോ, അയ്യോ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.